ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോണത് തൃശ്ശൂർ സ്റ്റൈലിൽ പോത്തും കായ് എന്ന് പറയും. പോത്തും കായ് വറുത്തരച്ച് വയ്ക്കുന്നത് ഇവിടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇപ്പോഴൊന്നും ഇല്ല. പണ്ട് കാലത്ത് കല്യാണത്തിൻ്റെ തലേദിവസം, പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ ഇത് ഭയങ്കര പോപ്പുലറായിരുന്നു. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു വിഭവമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളെന്നെ കാണിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബീഫല്ല പോത്ത് നല്ല കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 സ്പൂണ്, ഇത് ആദ്യം വേവിച്ചിട്ടാണ് നമ്മൾ കായൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇടില്ല കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഇടുക തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിലിടും, ഒന്ന് ചൂടാക്കി. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് സബോള, 2 സബോളയുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇതൊക്കെ ഇട്ടിട്ട് നല്ല തിരുമ്പി കുറച്ച് നേരം വെക്കണം. എന്നിട്ട് വേണം ഇത് നമുക്ക് ഇതിൽ കുക്കറിൽ വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കായ ആഡ് ചെയ്യാൻ. ഇപ്പം നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാം, വറുത്തരച്ച് വയ്ക്കാം. നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതൊരു 5-8 വിസിലടിക്കും. നമുക്ക് ഈ ഇറച്ചി വേകുമ്പോഴേക്കും ഈ തേങ്ങ വറുത്ത് വയ്ക്കാം കേട്ടോ. ഈ തേങ്ങ വറുക്കണതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്കിപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉള്ളി ഇടാം, ചുവന്നുള്ളി. കുറച്ച് കറിവേപ്പില. ഇതിൽ കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം. ഇതൊന്ന് ചൂടാക്കണം. ഞാനുണ്ടല്ലോ ഇത് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ചെറുക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇത് ആദ്യം ഇടട്ടെ കേട്ടോ. ഇതൊന്ന് ചൂടായ പിറക് നമുക്ക് ഈ തേങ്ങ ഇടാം. ഈ വെളുത്തുള്ളി, ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടി പകുതി അതിലിട്ടുണ്ട്, പകുതി ഇതിലിട്ടുണ്ട്. ഇങ്ങനെ ക്ഷമയോടെ പതുക്കനെ കഴിയാണ്ട് നല്ല ഗോൾഡ് കളറിൽ വറുക്കണം. വറുത്ത പിറക് നമുക്ക് ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇറച്ചി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറച്ചി ആകുമ്പോഴേക്കും നമുക്കിത് ശരിയാക്കി ഇടണം. കായൊക്കെ ഇനി അരി. ഇപ്പം ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. ഈ ചൂടിന് ഇത് മുരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇതിങ്ങനെ ഇരുന്നാൽ ഒന്നും കൂടി ആവും. നമുക്ക് കായ അരിഞ്ഞ് വയ്ക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ട് നമ്മളത് കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കായിട്ട് ഒന്നും കൂടി വേവിക്കാം. എന്തൊക്കെ കുറവുള്ള വെച്ചിടാം കേട്ടോ. ഇറച്ചിയിലേക്ക്
ഞാൻ ഇത്തിരി മുളക് അധികം ഇട്ടുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ടായിരുന്നില്ല, ഇത്തിരി ഉപ്പ് മാത്രം ഇട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് അതിൽ ചേർക്കാം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാൻ പറ്റും നമുക്ക്, മറ്റേ നോക്കാൻ പറ്റില്ല. നമ്മുടെ കായ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഇടാം. ഈ വെള്ളം ഉണ്ടല്ലോ, മിക്സി കപ്പ് കഴുകിയ വെള്ളം, മിക്സിയുടെ ജാറ്, അതും കൂടി ഒഴിക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ മസാല ഒക്കെ തേങ്ങ വറുക്കണേലാണ് ഇട്ടുണ്ടായിരുന്നത്, കറി മസാല എല്ലാതും. അപ്പോഴാണ് നല്ല മണം വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി 2 തിളച്ചാൽ നമുക്കിത് ഉള്ളി താളിക്കാം കേട്ടോ. എല്ലാം കറക്റ്റാണ്. ഇതാണ് കേട്ടോ അവസാനം ഉള്ളി താളിച്ച്. ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലിലെ പോത്തും കായും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുമാതിരി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും കഴിക്കാം. അതിൽ നിറയെ ഗ്രേവി ഉണ്ടല്ലോ, അത് കാരണം ഇത് നല്ല എല്ലാത്തിനും നല്ല കഴിക്കാൻ പറ്റും. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റ്, ആവി പറക്കണം. ചോറിന് മാത്രമല്ല എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് കായും പോത്തും കായും, തൃശ്ശൂർ സ്റ്റൈലിൽ പോത്തും കായും. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും വൈറലാവാണ്ടായിരിക്കുന്നത്. ഇത് അടിപൊളി ഡിഷാണ്. ഇതുമാതിരി ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് പറയണം. അപ്പോൾ ഓക്കെ, ബൈ.